ഈ കിടക്കുന്ന ഡിസൈർ ഉണ്ടോ, ഇത് ടാക്സി പെർമിറ്റിൽ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത വാഹനമാണ്. അത് നേരത്തെ നമുക്ക് ഈ ഡിസൈർ ലോഞ്ച് ചെയ്ത സമയത്ത് ടാക്സിക്ക് വേണ്ടിയിട്ട് വാഹനം വന്നിട്ടില്ലായിരുന്നു. അത് മാത്രമല്ല ഈ കിടക്കുന്നത് CNG വാഹനം കൂടിയാണ്. പെട്രോൾ ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്, അതുകൂടാതെ തന്നെ CNG നമുക്ക് വാഹനം അവൈലബിൾ ആണ്. CNG വാഹനം വരുന്ന സമയത്ത് 2 ഓപ്ഷനാണ്, പെട്രോളും ഉണ്ട് CNG ഉണ്ട്. ഇതിനൊരു പ്രൈസ് വരുന്നത് പെട്രോൾ വാഹനമാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ 772 ഓൺ റോഡ് വരും. CNG ആണെങ്കിൽ 8,77,000 വാഹനത്തിന് ഓൺ റോഡ് വരുന്നുണ്ട്. 1,20,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും. 5 വർഷത്തേക്കാണെങ്കിൽ 14,500 റേഞ്ചിലും 7 വർഷമാണെങ്കിൽ ഒരു 11,500 റേഞ്ചിലും ഒക്കെ ആയിരിക്കും വാഹനത്തിന്റെ EMI വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് മൈലേജ് തന്നെയാണ്. CNG വാഹനം ആയതുകൊണ്ട് തന്നെ 33.73 ആണ് മൈലേജ് പറയുന്നത്. പെട്രോൾ വാഹനമാണ് എന്നുണ്ടെങ്കിൽ 24.79 ആയിരിക്കും വാഹനത്തിന്റെ മൈലേജ് നമുക്ക് വരുന്നത്. ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന ഒരു ക്രോം എലമെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ അക്സസറീസ് ആയിട്ട് ചെയ്തതാണ്. പ്രൊട്ടക്റ്റീവ് യൂണിറ്റ് വാഹനത്തിൽ വരും, ഫോഗ് ലാമ്പ് വരുന്നില്ല. സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മിറർ നമ്മൾ ബോഡി കളറിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ബ്ലാക്ക് കളറിലാണ് വരുന്നത്. വീൽ കപ്പാണ് കിട്ടും, അലവി കാര്യങ്ങളൊന്നും കിട്ടില്ല. സെൻട്രൽ ലോക്ക് ഈ വാഹനത്തിൽ നമുക്ക് കിട്ടും. അതേപോലെ ഡോർ ഹാൻഡിൽ നമുക്ക് ബോഡി കളറല്ല ബ്ലാക്ക് കളറിലാണ് വരുന്നത്. LED ലൈറ്റ് വരുന്നുണ്ട്. അതേപോലെ സ്പോയിലറും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ലോക്കിന്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു. പിന്നെ വരുന്ന ഫീച്ചർ എന്ന് വെച്ചാൽ 4 ഡോർ പവറിന്റെ വരും. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് കിട്ടില്ല. ഫ്രണ്ടിൽ 2 ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ CNGയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സ്വിച്ച് തന്നെ അവിടെ നൽകിയിട്ടുള്ളതാണ്. ഇൻഫോർമേഷൻ സിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. AC അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയർ AC വെന്റോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ടാക്സി വേണമെന്നുള്ളവർക്ക് താഴെ കാണിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.